ഗായ്സ്, വീണ്ടും നമ്മളെ വ്ളോഗിലേക്ക് സ്വാഗതം. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അടുത്ത വ്ളോഗിലുള്ളത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന എക്സാമിന്റെ എന്താണ് റിവ്യൂ. എക്സാം എങ്ങനെയുണ്ട്? ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഓളം ചെയ്യും. എക്സാം എങ്ങനെയുണ്ട്? സിമ്പിളാ. നിങ്ങളൊക്കെ ഏതേനി? ഏത് ഏതാ എക്സാം? അങ്ങനെയുണ്ട്. എഫ് ഏതേനി? എക്സാം റിവ്യൂ. എക്സാം എങ്ങനെയുണ്ട്? എക്സാം എങ്ങനെയുണ്ട്? എക്സാം കണ്ടേനി കളിയാ? എക്സാം കണ്ടേനി? എക്സാം കണ്ടേനി? എക്സാം കണ്ടേ? എന്നോട് എന്ത് ചോദിക്കാൻ? ഷാൻസിക്ക് എക്സാം കണ്ടേ? നല്ല ടെൻഷൻ ഉണ്ട്. അന്റെ ചോദിച്ചോ? എന്റെ എന്റെ പാസ്സായ മന്തി ആയി തരും. എക്സാം കണ്ടേ? ചൽക്കാണ്ട് പോയി. അടുത്ത ലോഡ് ഒരു വട്ടം കൂടി വരാം. ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നാ ഡൗട്ട്. അൽഫാസ് എക്സാം കണ്ടേനി? അയ്യോ, എന്റെ പിന്നെ ചോദിക്കില്ല. എക്സാം റിവ്യൂ വളരെ അടിപൊളി. എക്സാം കണ്ടേനി? അറി എക്സാം കണ്ടേ? ഈ വരെ എന്തായാലും എല്ലാ ചോദ്യം എക്സാം റിവ്യൂ അടിപൊളിയായിരുന്നു. ഫുൾ പാസ്. ഓൾ ദി ബെസ്റ്റ്. 100% തോന്നി. ഈ പറ എക്സാം കണ്ടേനി? എക്സാം കണ്ടേ? ആ മതി. അനക്ക് എക്സാം കണ്ടേനി? ഇതെന്താണ് കാട്ടുന്നത്? നല്ല ചോദിച്ചേ. അനക്ക് എക്സാം കണ്ടേനി? അമ്മ ഇങ്ങോട്ട് വാ. എക്സാം അത്ര സൗണ്ട് കിട്ടൂല. ഫുൾ പാസ് F++. എക്സാം കണ്ടേനി? ജയിച്ചോ? മൈക്രോത് സിമ്പിൾ. അന്നേരം എനിക്ക് എക്സാം ആണ്. എങ്ങനെ അൻപാറ എവിടെ ഉണ്ടാവില്ല? പൊരയിലോ റൂമിലോ? എക്സാം കണ്ടേനി? കളിയാ? എക്സാം കണ്ടേനി? എക്സാം ഡീബാറ കിട്ടിയെടുത്തുനിന്ന് കഴിച്ചില്ലായി. സപ്ലൈ ആക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാണുന്നുണ്ടെങ്കിൽ അത് കാണിക്ക്. സൈൻ ചെയ്തില്ലടോ മൂപ്പര്. അക്കോ എന്റെ ID കാർഡിലാണ് സൈൻ ചെയ്തില്ല. എക്സാം എഴുതിയോ? എക്സാം കണ്ടേനി? എക്സാം റിവ്യൂ പറ. എക്സാം എക്സാം കണ്ടേ? അനീനൊക്കെ എക്സാം ഞാൻ റിവാർഡ് ചെയ്തു. റിദ്വാൻ എക്സാം ഹൗ വാസ്? എങ്ങനെയുണ്ടേനി? എക്സാം എങ്ങനെയുണ്ടേനി? കൂടെ
അങ്കോ പണിക്കോണം. എന്നോട് നേരത്തെ ചോദിച്ചില്ല പണിക്കോണം. അങ്ക കണ്ടേ UUC കണ്ടേ? UUC റൈസ് മാർക്ക് ഉണ്ടോ? ഉണ്ടോ? അടച്ചോലെ കളി അങ്കോ അഡ അറിയണ്ടേ എക്സാം വേണ്ടേനി. ഇനി പറയും എങ്ങനെ കഴിച്ചില്ല ഒരാളുണ്ടല്ലോ. അങ്ക കണ്ടേനി ഇതിനൊന്നും കിട്ടില്ലല്ലോ അങ്ങനെയല്ലേ. അങ്ക കണ്ടേനി എക്സാം രാജ എക്സാം വേണ്ടേ? എക്സാം വേണ്ടേ? ഞാൻ പ്രാർത്ഥിക്കാം. അങ്ക എക്സാം വേണ്ടേ? 100% എക്സാം കണ്ടേനി ബാഡോ? എക്സാം റിവ്യൂ മേ ബി പാസ് മേ ബി ഫെയിൽ. ഇന്റേണൽ മാർക്ക് പോലെ ഉണ്ടാവും. ഇന്നലത്തെ എന്തായാലും ഫെയിലാ. സപ്ലിഫിക്കേഷൻ ഒരു കൊല്ലം ഫുള്ള് സപ്ലൈ ചെയ്ത് തീർക്കാൻ ഒരു കൊല്ലം നമ്മള് മാറ്റി വെച്ചിരിക്കും. പഠിക്കാൻ പിള്ളേര് പേര് എഴുതി 2 ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ എഴുതി. 2 മാർക്കിന്റെ എഴുതി. 2 മാർക്ക് എഴുതി. 2 മാർക്ക് എഴുതിയാണ്. 2 മാർക്ക് എഴുതിന്. 5 മാർക്ക് എഴുതിയില്ല. 5 മാർക്ക് 2.5 എഴുതി. 10 മാർക്ക് എഴുതിയില്ല. 10 മാർക്ക് 1 എഴുതി. അത്രയും നേരം ഈ എന്തോ ഓരോ അക്ഷരം ബർക്കായത്. എക്സാം കണ്ടേനി എക്സാം എഴുതിനു. എക്സാം വേണ്ടേ? റിവ്യൂ അറിയും. ഞാൻ പ്രതീക്ഷിച്ച ചോദ്യങ്ങളും വന്ന് ടഫായിരുന്നു. എന്നാലും സിദ്ധിയൊക്കെ ഇതിനുണ്ട്. പേപ്പർ അതാ പറ്റിച്ച്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായില്ലേ? സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗായി. എക്സാം റിവ്യൂ പിന്നെ UK സിംഗിൾ ആണ്. താല്പര്യമുള്ള ഏതൊരു കുട്ടികളുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഇത് ചെയ്യാം. സിംഗിൾ ആൻഡ് റിച്ച് ആൻഡ് വീഡിയോഗ്രാഫർ. നമ്മളെ ഇന്നത്തെ പരിപാടി പറയും. ജെല്ലിക്കെട്ടും മന്തി. അത് ഇവിടെ എന്താ പറഞ്ഞ ബട്ടർ നാന്. ബട്ടർ നാനില്ല. അയ്യോ വേറെ ഏതായാലും മതി. നല്ല മന്തി റെഡ് ചില്ലി. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ എന്താ വേണ്ടിയെന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ പറയണം. ചെറുക്കിനെ വലിയ ബലാനോടുത്ത് ആരാടോ? അനക്ക് വണ്ടി ഓട്ടാരാടോ? എന്നിട്ട് സിദ്ധിയല്ലേ ഓട്ടന്? ഹാപ്പി അല്ലേ? ഒരു വണ്ടി വാങ്ങി കൊടിഞ്ഞല്ലോ. ഒരു വണ്ടിയാ ഭാരത. എന്ത് പ്രീമിയം എടുക്കാനാ? യൂട്യൂബർമാർക്ക് തന്നെ കൊടുക്കും. ഇനിയിപ്പോ UK സ്പോട്ടിഫൈന്റെ പ്രീമിയം കാണ്ടി വരും. കാറിൽ തന്നെ അല്ലേ? ഞാൻ ആ സ്റ്റുഡന്റിനെ നോക്കിനി, കിട്ടിയില്ല. സ്റ്റുഡന്റ് ഒക്കെ കഴിഞ്ഞ് പ്രായം എത്രയായി? ആരാ പറയുന്നേ? എത്ര മക്കളായി? യുകെന്റെ വാപ്പ വിളിച്ചപ്പോ എന്താ ചോദിച്ചേ? ഏതാണ് ഇക്കായി എന്റെ കൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ വൈന്ന് ലിഫ്റ്റ് കയറിയാണ് പറഞ്ഞു. ഇക്കായി ലിഫ്റ്റ് കയറിയാണ്. ഗൈസ്, അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് കാർ എടുത്തും കാര്യമില്ല, മുകളിലോട്ട് വെയിലുണ്ട്. FT സൈനിങ് ഓഫ് ബ്ലൂ.